വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 12, 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ. ഇത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് പിൻവാങ്ങി. അനേകം പേർ അവനെ അനുഗമിച്ചു. അവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി. തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയാക്കുന്നതിനു വേണ്ടിയാണ്. ഇതാ, ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീഥികളിൽ അവന്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതന്ന ഞാങ്ങണ ഒടിക്കുകയില്ല, പുകന്ന തിരി കെടുത്തുകയില്ല. അവന്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും. ശാന്തമായ പ്രതികരണമാണ് ഏറ്റവും ശക്തമായ പ്രതികരണം. യേശു സാധാരണയായ ജീവിതത്തിൽ ഏറ്റുമുട്ടലിന്റെ വഴി സ്വീകരിക്കുന്നതായിട്ടല്ല നാം കാണുക. പകരം നയപരമായ ഒരു സമീപനം ശാന്തമായ രീതിയിൽ നടത്തുന്ന ഒരു രീതിയാണ് നാം ദർശിക്കുന്നത്. ഇതിനുള്ള നല്ലൊരു തെളിവാണ് ഇന്നത്തെ സുവിശേഷം എന്ന് വേണം വിചാരിക്കാൻ. ശാബത്ത് ദിനത്തിൽ യേശു ഒരു മനുഷ്യന്റെ രോഗം ശാന്തമാക്കി. ശാബത്ത് ദിനത്തിൽ നടത്തിയ രോഗശാന്തിയിൽ ക്ഷുഭിതരായി അവിടെ കൂടിയിരുന്ന ഫരീസയർ യേശുവിനെതിരായിട്ട് വലിയ ക്ഷോഭപ്രകടനങ്ങളാണ് നടത്തുന്നത്. യേശുവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ അവരേർപ്പെട്ടു എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. വലിയ തരത്തിലുള്ള വിദ്വേഷവും ക്ഷോഭവും യേശുവിനെതിരായിട്ട് ഫരീസയർ നടത്തുന്ന ആ അവസരത്തിൽ യേശു ഒരു തരത്തിലും ഏറ്റുമുട്ടലിനോ വാഗ്വാദങ്ങൾക്കോ തുനിയാതെ വളരെ തന്ത്രപൂർവം ആ സ്ഥലത്തിൽ നിന്ന് യേശു ഒഴിയുകയാണ്. യേശുവിന്റെ ഈ പ്രവർത്തന ശൈലിയിൽ വിവേകത്തിന്റേതായിട്ടുള്ള മാനങ്ങൾ കണ്ട ജനങ്ങൾ, അതിലൊരുപാട് പക്വതയുടേതായിട്ടുള്ള വശങ്ങൾ ദർശിക്കാനിടവന്ന ജനങ്ങൾ, സുവിശേഷകൻ നമ്മോടായിട്ട് പറയുന്നു, ആ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും യേശുവിന്റെ കൂടെ പോയി എന്നാ പറയുന്നത്. യേശുവിന്റെ ഈ സമീപന രീതി അവരിൽ യേശുവിനോട് കൂടുതൽ മതിപ്പും ആദരവുമാണ് ഉണ്ടാക്കി കാണുക. യേശു ജനക്കൂട്ടത്തോടുകൂടെ അവിടെ നിന്ന് ഒഴിഞ്ഞുമാറി തന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ശാന്തമായ രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടിരുന്നു എന്നും സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. ഈ ഒരു രീതിയാണ് യേശുവിന്റെ പ്രവർത്തനത്തിൽ ഉടനീളം കാണുക എന്ന് സുവിശേഷകനായ മത്തായി തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു. യേശയ്യാ പ്രവാചകന്റെ പ്രവചനങ്ങളിൽ നിന്ന് യേശുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഉദ്ധരണിയാണ് വിശുദ്ധ മത്തായി ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യേശു ഒരു തരത്തിലും തെരുവീഥികളിൽ വാഗ്വാദങ്ങൾക്കോ തെരുവ് യുദ്ധത്തിനോ ഒരു തരത്തിൽ ഏറ്റുമുട്ടലിനോ തയ്യാറാകുന്ന ഒരു സ്വഭാവം, ഒരു സമീപന രീതിയല്ല യേശു സ്വീകരിക്കുക എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചിട്ടുള്ള ആ സത്യം വിശുദ്ധ മത്തായി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ശാന്തമായി വളരെ നയപരമായ രീതിയിൽ വിട്ടുവീഴ്ച മനസ്ഥിതിയോടുകൂടെ സ്നേഹത്തിന്റെ തനിമ യഥാർത്ഥത്തിൽ മനസ്സിൽ നുകർന്നുകൊണ്ട് യേശു തന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകുന്നതാണ് കാണുന്നത്. അതിൽ പ്രത്യേകിച്ച് പറയുന്നു, ഒരു തരത്തിലും നീതിക്ക് എതിരായിട്ട് യേശു പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ല. നീതി നിർവഹണത്തിന് ക്ഷോഭത്തിൻ്റെതായിട്ടുള്ള മാർഗം യേശു സ്വീകരിക്കുന്നില്ല. നയത്തിൻ്റെതായിട്ടുള്ള മാർഗമാണ്. ആ നയത്തിൻ്റെതായിട്ടുള്ള മാർഗത്തിൽ കൂടെ ശാന്തമായി യേശു നീതി നിർവഹിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ ഉദ്ധരണിയിൽ നിന്ന് മനസ്സിലാകുന്നത്. ജീവിതത്തിൽ മുതലെടുപ്പ് നടത്തുന്ന ഒരു പ്രകൃതി യേശുവിൽ നമുക്ക് കാണാവുന്നതല്ല. അതിന്റെ സൂചനയാണ് ചതഞ്ഞ ഞാങ്ങണ അവനൊടിക്കുകയില്ല,
പുകഞ്ഞ തിരി അവൻ കെടുത്തുകയില്ല എന്ന തിരുവചനത്തിൽ കൂടെ നാം മനസ്സിലാക്കിയെടുക്കേണ്ട ലളിതമായ പാഠം. ഏറ്റവും ശാന്തമായ പ്രതികരണമാണ് ഏറ്റവും ശക്തമായ പ്രതികരണമാകുക എന്നുള്ള യേശുവിന്റെ പഠനം നാം പ്രായോഗിക ജീവിതത്തിൽ പഠിച്ചെടുക്കുക തന്നെ വേണം. അതാണ് നീണ്ടു നിൽക്കുന്ന സത്ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഉപകരിക്കൂ എന്നുള്ളതാണ് സത്യം. ഈ സത്യത്തിന്റെ ഒരു സ്ഥിരീകരണമല്ലേ യേശുവിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നതും യേശുവിന്റെ പ്രവർത്തനത്തെപ്പറ്റിയുള്ള പ്രവചനത്തിൽ നാം വായിക്കാനിടവരുന്നതും. അതുകൊണ്ട് ഏറ്റവും ശക്തിയായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള പ്രതികരണം ഏറ്റവും ശാന്തമായിട്ട് അത് നിർവഹിക്കാനിടവരുമ്പോഴാണ് സാധ്യതമാകുക എന്നുള്ള സത്യം യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ മക്കളായ നമ്മളെ പഠിപ്പിക്കുന്നത് നാം മനസ്സിലാക്കിയെടുക്കുന്നത് ആവശ്യമാണ്.